എമ്പുരാനും പൃഥ്വിരാജും ഒക്കെ ഇപ്പോൾ രാജ്യസഭയിൽ വരെ ചർച്ചാ വിഷയമായിരിക്കുകയാണ്. ഭരണ പ്രതിപക്ഷ അംഗങ്ങൾ വാക്പോരിലേക്ക് പോയിരിക്കുകയാണ്. ജോൺ ബ്രിട്ടാസ് പറഞ്ഞിരിക്കുന്ന ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്മേലുള്ള കടന്നുകയറ്റം എന്നുള്ളതാണ്. ജോൺ ബ്രിട്ടാസ് ആര്? ഇവിടുത്തെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിൻ്റെ മൊത്തം ഹോൾസെയിൽ കച്ചവടക്കാരനാണ്. എന്ത് പറയാൻ യോഗ്യത ആവിഷ്കാര സ്വാതന്ത്ര്യത്തെക്കുറിച്ച്? ഇവരൊക്കെ അത് വേറൊരാളും കൂടെ ഉണ്ടല്ലോ രാജ്യസഭയിൽ ഇതുപോലെ ഇവിടുന്ന് പോയിട്ടുള്ള ഒരാൾ, ഡബിൾ എ റഹീം. ഇംഗ്ലീഷിൽ പ്രസംഗിച്ച് ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി പോലും ഇപ്പോൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ ഡബിൾ എ റഹീമിനെ. വലിയ പദസമ്പത്തുള്ള ഇംഗ്ലീഷിൽ ഉള്ള ഒരാൾ. പാർലമെൻറ്റിനെ മുഴുവൻ നടുക്കിയതാണ് ആ ഇംഗ്ലീഷ് പ്രസംഗം. അദ്ദേഹം ആവിഷ്കാര സ്വാതന്ത്ര്യത്തെക്കുറിച്ച് എന്താ പറയാൻ എഴുന്നേക്കാത്തത്? ഇവരെന്തടിസ്ഥാനത്തിലാണ് ആവിഷ്കാര സ്വാതന്ത്ര്യം പറയുന്നത്? ടി പി ചന്ദ്രശേഖരനെ കേരളം മറന്നിട്ടില്ലല്ലോ, അല്ലേ? ഇപ്പം കെ രമ നിയമസഭയിൽ വന്നിരിക്കുന്നത് കൊണ്ട് മാത്രമല്ല ടി പിയെ ഓർമ്മിക്കുന്നത്, അല്ലാതെ തന്നെ ടി പി കേരളത്തിൽ നിറഞ്ഞു നിൽക്കുമെന്നുള്ളതാണ്. അത് CPM-കാർ വകയിരുത്തിയതാണ് എന്നുള്ളത് കൃത്യമായി എല്ലാവർക്കും അറിയാവുന്നതുമാണ്. TP 51 അങ്ങനൊരു സിനിമ ഇറങ്ങിയതല്ലേ? അത് ആ സിനിമ തിയേറ്ററിൽ കളിച്ചില്ല. ആ സിനിമയുടെ ലൊക്കേഷനുകളിലൊക്കെ തന്നെ സംഘടിതമായിട്ട് ഗുണ്ടകളെ വിട്ടുകൊണ്ട് അറ്റാക്ക് ചെയ്യാനുള്ള ശ്രമവും ഒക്കെ ഉണ്ടായി. അപ്പോൾ അത് അവിടെ ഒരാളുടെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തെ അല്ലേ ഇവർ ഹനിച്ചത്? അങ്ങനെയുള്ള ഇവർക്ക് എന്തടിസ്ഥാനത്തിലാണ് ഇവിടെ ഈ ആവിഷ്കാര സ്വാതന്ത്ര്യം പറയാൻ കഴിയുന്നത്? അപ്പോൾ എന്തും ഈ നരേന്ദ്രമോദിക്കെതിരെ, BJP-ക്കെതിരെ ഭരണകൂട ഭീകരത, ഫാസിസം എന്നൊക്കെ പറഞ്ഞ് വിരട്ടുന്ന ഇവർക്കിപ്പോൾ ആവിഷ്കാര സ്വാതന്ത്ര്യം കൂടിയാണ് പറയാൻ കിട്ടിയിരിക്കുന്നത്. ഇവിടെ CPM കേരളത്തിൽ ഇപ്പം പണ്ടൊക്കെ ഒരു കാലത്ത് നമുക്കറിയാം ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് വേണ്ടി നിൽക്കുകയും അത്തരത്തിലുള്ള സ്വാതന്ത്ര്യത്തെ ഹനിക്കുന്നതിനെതിരെ അതിശക്തമായിട്ട് പോരാടുകയും ചെയ്തിട്ടുള്ളത് LDF ആയിരുന്നു, CPM ആയിരുന്നു. അതിനകത്തൊക്കെ അന്നൊക്കെ നട്ടലിന് ഉറപ്പുള്ളവരുണ്ടായിരുന്നു. കാര്യകാരണ സഹിതം അങ്ങോട്ട് നിരത്തി വയ്ക്കും. അങ്ങനെ സാംസ്കാരിക രംഗത്തുള്ളവരും ഒക്കെ ഉണ്ടായിരുന്നു. ഇപ്പോഴത്തെ സാംസ്കാരിക നായകളെന്നേ വരുന്നുള്ളൂ കേട്ടോ എനിക്ക് വായിൽ. അവർക്ക് എന്ത് ക്വാളിറ്റിയാണുള്ളത്? AKG സെൻറ്ററിൽ എന്ന് പറയുമ്പോൾ മാത്രം കുരയ്ക്കുന്നവരാണ്. അവിടെ നിന്ന് സ്വിച്ചിട്ടാലേ കുരയ്ക്കുകയുള്ളൂ ഇപ്പോഴത്തെ സാംസ്കാരിക നായ്ക്കൾ എന്നുള്ളതാണ്. അവരാരും ഇതിനെ ഒന്നും ചോദ്യം ചെയ്യുന്നില്ലല്ലോ. അവരൊക്കെ പലപ്പോഴും വലിയ ആവിഷ്കാര സ്വാതന്ത്ര്യം എന്നൊക്കെ പറഞ്ഞ് പോയിരിക്കുന്ന ഇത്തരത്തിലാണ്. ഇത് ദേശവിരുദ്ധ പ്രവർത്തനമല്ലേ ഇതിനകത്ത് കാണിച്ചിരിക്കുന്നത് മുഴുവൻ? അതുകൊണ്ട് തന്നെയല്ലേ രാജ്യസഭയിൽ വരെ ചർച്ച ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ പൃഥ്വിരാജ് ആയാലും അതുപോലെ ആ സിനിമയ്ക്ക് സ്ക്രിപ്റ്റ് ചെയ്തിരിക്കുന്നവരും ഒക്കെ തന്നെ ദേശവിരുദ്ധ പ്രവർത്തനങ്ങളിലാണ് ഏർപ്പെട്ടിരിക്കുന്നത്. ഇതൊരു കലാരൂപത്തിലൂടെ ആവിഷ്കരിച്ചിരിക്കുന്നു. ഇപ്പോൾ പോപ്പുലർ ഫ്രണ്ടും SDPI ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ജോലി, ആ ജോലി വേറൊരു തരത്തിൽ കലാപരമായിട്ട് ഇവിടെ ആവിഷ്കരിച്ചിരിക്കുന്നു. അപ്പോൾ ഇവർ തമ്മിൽ എന്താണ് വ്യത്യാസം? രാജ്യത്തിന്, നാടിന് ദോഷകരമായിട്ടുള്ള, ഭീതി ഉളവാക്കുന്ന, വർഗീയ വിഷം വിതയ്ക്കുന്ന പോപ്പുലർ ഫ്രണ്ടിനെയും ഭീകരത വളർത്തുകയാണല്ലോ ചെയ്തിട്ടുള്ളത്. അവരെ രാജ്യം എന്ത് ചെയ്തു? നിരോധിച്ചു. കലാരൂപത്തിലൂടെ ആവിഷ്കരിച്ച സാധനം അതും ഭീകരത വളർത്തുന്നതാണ്. അപ്പോൾ പിന്നെ അതിനെയും നിരോധിക്കുകയല്ലേ വേണ്ടത്? നമുക്കറിയാം പോപ്പുലർ ഫ്രണ്ട് കേരളത്തിനകത്തുണ്ടാക്കിയിട്ടുള്ള ഒരു ഭീകരത എന്ന് പറയുന്നത് അതിഭീകരമാണ്. മുദ്രാവാക്യം വിളി മാത്രം മതി. അതിനു മുമ്പുണ്ടായിട്ടുള്ള ചെയ്തികൾ, ജോസഫ് മാഷിൻ്റെ കൈവെട്ടിയത്, അഭിമന്യുവിൻ്റെ കൊന്നത്, എറണാകുളം മഹാരാജാസ് കോളേജിലെ വിദ്യാർത്ഥി, അങ്ങനെ നിരവധി കാര്യങ്ങളാണ്. അപ്പോൾ അത്തരത്തിൽ ഭീകരത നടത്തുകയും ഒക്കെ ചെയ്ത പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിച്ചു. ആ പോപ്പുലർ ഫ്രണ്ടിലുള്ളവർ തന്നെയാണ് SDPI-യിലോട്ട് കയറിയത്. ഇപ്പോൾ അതിനെയാണ് കേന്ദ്രം നോട്ടമിട്ടിരിക്കുന്നത്. അതുപോലെ തന്നെയാണ് ഈ സിനിമയും ചെയ്തിരിക്കുന്നത്. കല എന്ന് പറയുന്നത് നമ്മൾ പറയും കലയ്ക്ക് വേണ്ടിയാണ്, കല ജീവിതത്തിന് വേണ്ടിയാണ് എന്നൊക്കെയുള്ള വാദഗതികളൊക്കെ ഉണ്ട്. പക്ഷെ ജീവിതത്തിൽ നിന്നുള്ള കാര്യങ്ങളാണ് അടർത്തി വയ്ക്കുന്നത്. ഇപ്പോൾ അടിയന്തരാവസ്ഥക്കാലത്ത്
ഇന്ദിരാഗാന്ധിയെ പിന്നെ ഇത്തരത്തിൽ കവിത എഴുതിയിരുന്നവരെയൊക്കെ പിന്നെ പിടിച്ചകത്തിട്ടിട്ടില്ലേ? അതെ. അങ്ങനെ പലതും ഉണ്ടായിട്ടുണ്ട്. ഒ വി വിജയന്റെ ധർമ്മപുരാണം, വിജയൻ കാർട്ടൂൺ വരച്ചത് ഒക്കെ തന്നെ അന്നത്തെ ആ ഒരു അടിയന്തരാവസ്ഥയുടെ ഭീകരതയ്ക്കെതിരെയൊക്കെ ആയിരുന്നു എന്നുള്ളതാണ്. അന്നൊക്കെ ഇവരൊക്കെ അന്നത്തെ കാലത്തൊക്കെ അടിയന്തരാവസ്ഥയുടെ ഭീകരതയെയും അടിയന്തരാവസ്ഥയെയും ഒക്കെ ഈ പിന്നെ CPM അകത്തുള്ളവരൊക്കെ അതിനിശ്ചിതമായി വിമർശിച്ചിട്ടുണ്ട്. അന്നത്തെ കാലമല്ലല്ലോ, പാർട്ടി മാറിയില്ലേ. പാർട്ടിയെ തന്നെ പിന്നെ അതിഭീകരമായ അഴിമതിയിൽ മുങ്ങിക്കുളിക്കുന്നു, ശോചനീയമായ അവസ്ഥയിൽ മുമ്പോട്ട് പോവുകയും ചെയ്യുമ്പോൾ ഇവർക്ക് ഈ ആവിഷ്കാര സ്വാതന്ത്ര്യം എന്ന് പറയുന്ന ഒരു കാര്യത്തെക്കുറിച്ച് പറയാനുള്ള ഇത് യോഗ്യതയില്ല എന്നുള്ളതാണ്. നരേന്ദ്രമോദി 2014 അധികാരത്തിൽ വന്ന നാൾ മുതൽ ഇവര് പിന്നെ ആവിഷ്കാര സ്വാതന്ത്ര്യം മതഭീകരതയാണ്, ഭരണകൂട ഭീകരതയാണ്, പിന്നെ ഹിന്ദുത്വ രാഷ്ട്രം, ഫാസിസം, ഇങ്ങനെ കുറേ കാര്യങ്ങൾ പറഞ്ഞ് നാട്ടിലുള്ളവരെ തെറ്റിദ്ധരിപ്പിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം തന്നെ വഖഫ് ഭേദഗതി ബില്ലിന് അതിൻ്റെ കാര്യത്തിൽ ഒന്നും പറയാതെ ഇവിടെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തെക്കുറിച്ച് വലിയ പ്രസംഗം നടത്തുകയാണല്ലോ ഈ ബ്രിട്ടാസ് ചെയ്തിട്ടുള്ളത്. ബ്രിട്ടാസ് എപ്പോഴും ബ്രിട്ടാസിന്റെ കാര്യം നോക്കി പോകുന്ന ആളാണ്. അല്ല, ഇതിപ്പോ എമ്പുരാൻ എന്ന് പറയുന്ന സിനിമ അതിന്റെ അണിയറ പ്രവർത്തകർ തന്നെ വേണ്ടുന്ന കട്ടിങ് ചെയ്തു കഴിഞ്ഞു. 17 24 ഭാഗങ്ങൾ വെട്ടിച്ചുരുക്കി വീണ്ടും പ്രദർശനം നടത്തിയിരിക്കുകയാണ്. അപ്പോൾ വീണ്ടും ഇതിനെ ചൊല്ലി രാജ്യസഭയിൽ ഈ തർക്കം നടക്കുന്ന ബ്രിട്ടാസ് മറ്റ് എന്തെല്ലാം വിഷയങ്ങൾ, ആശാപ്രവർത്തകർ ഉൾപ്പെടെയുള്ളവരുടെ വിഷയങ്ങൾ ഇവിടെ നിൽക്കുകയാണ്. ഈ പറഞ്ഞതുപോലെ വഖഫിന്റെ മുൻപം വിഷയം നിൽക്കുകയാണ്. ഇതൊന്നും ചർച്ച ചെയ്യാതെ, നമ്മുടെ സംസ്ഥാനത്തിന് വേണ്ടി ചർച്ച ചെയ്യാതെ എമ്പുരാൻ പൃഥ്വിരാജ് എന്നുള്ള രീതിയിൽ രാജ്യസഭയിൽ വരെ എത്തിക്കാൻ മാത്രം. അതല്ല ഞാൻ പറഞ്ഞത്, ഈ ബ്രിട്ടാസിൻ്റെ വിചാരം ബ്രിട്ടാസാണ് ഇവിടുത്തെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിൻ്റെ മുഴുവൻ ഹോൾസെയിൽ കച്ചവടക്കാരൻ. കാരണം ബ്രിട്ടാസിന്റെ മറ്റൊരു കഥ അറിയാമോ? ഞാൻ ഇന്നലെ ഒരു ചർച്ചയിൽ ഞാൻ പറഞ്ഞിരുന്നു. സുപ്രിയ മേനോൻ പൃഥ്വിരാജ് കല്യാണം കഴിച്ചതിന് ശേഷം ആദ്യ ഇന്റർവ്യൂ കൈരളിക്ക് കൊടുത്തത് ബ്രിട്ടാസ് ആയിരുന്നു അതിൽ അഭിമുഖം നടത്തിയിരുന്നത്. ബ്രിട്ടാസിന് ഈ ചില പലരുടെയും ജീവിതത്തിലെ ഒരുമാതിരി 3rd ക്ലാസ് ക്വസ്റ്റ്യൻസ് ചോദിക്കുമല്ലോ, അത്തരത്തിലൊരു ചോദ്യം പൃഥ്വിയോടും സുപ്രിയോടും ചോദിച്ചു, 1-2 ചോദ്യങ്ങൾ. അതിന് കുറിക്ക് കൊള്ളുന്ന ഉത്തരം അന്ന് സുപ്രിയയും പൃഥ്വിയും കൊടുത്തു. ഒപ്പം കഴിഞ്ഞ വർഷത്തെ മറ്റൊരു ഇന്റർവ്യൂവില് ഇതേ ബ്രിട്ടാസിനെ വാരി ഒട്ടിച്ച മറ്റൊരു അഭിമുഖം ബ്രിട്ടാസ് പോയി നോക്കിയാൽ കാണാൻ പറ്റും, സെർച്ച് ചെയ്താൽ കാണാൻ പറ്റും. ഒരു ഇന്റർവ്യൂവർ ഇത്ര സുപ്രിയോട് പല ഈ സിനിമയുമായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ അഭിമുഖവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ചോദിച്ചപ്പോൾ ബ്രിട്ടാസിനെ പണ്ട് ചോദിച്ച പരാമർശം വീണ്ടും സുപ്രിയ എടുത്തു അലക്കിയിട്ടുണ്ട്. ആ സുപ്രിയയ്ക്കും പൃഥ്വിരാജിനും വേണ്ടി ഇന്ന് രാജ്യസഭയിൽ വരെ ബ്രിട്ടാസ് പോയിരിക്കുകയാണ്. അതായത് വടി കൊടുത്ത് അടി വാങ്ങിയിട്ട് കുറച്ച് നാൾ മിണ്ടാതിരിക്കും, പിന്നീട് വീണ്ടും അവരുടെ പുറകെ പോകുന്ന ഒരു സ്വഭാവം. അപ്പം ബ്രിട്ടാസിന്റെ പൊസിഷൻ എന്താണ്, അല്ലെങ്കിൽ ജോൺ ബ്രിട്ടാസ് എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന്, അദ്ദേഹത്തിന് ഒരുപാട് ജോലികളുണ്ട്. വലിയൊരു കൈരളി പോലുള്ള വലിയൊരു പ്രസ്ഥാനത്തിന്റെ ഏറ്റവും തലപ്പത്തിരിക്കുന്ന ഒരു വ്യക്തിയാണ്. അക്കാര്യങ്ങൾ ഏറെ കാര്യങ്ങൾ ചെയ്യാനിരിക്കുന്ന അദ്ദേഹം ആവിഷ്കാര സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞുകൊണ്ട് എമ്പുരാന് ഒരു പ്രൊമോഷൻ കൊടുക്കാൻ പോയത് ഭയങ്കര അതിശയം മാത്രമേ. അദ്ദേഹത്തെ ഒന്നും ചോദ്യം ചെയ്യാൻ പാടില്ല. അദ്ദേഹം വലിയ ആവിഷ്കാര സ്വാതന്ത്ര്യം പറയുന്ന ആളല്ലേ. അതുകൊണ്ട് ആവിഷ്കാര സ്വാതന്ത്ര്യം കൈരളി എന്ന് പറയുന്ന പ്രസ്ഥാനത്ത് പലർക്കിടയിലും ചർച്ച ചെയ്യേണ്ടുന്ന പല വിഷയങ്ങളുണ്ട്. ഈ ഒരു ആവിഷ്കാര സ്വാതന്ത്ര്യം അദ്ദേഹം ആ കൈരളിയിൽ ഇടയ്ക്കൊക്കെ ഒന്ന് പോയി അവിടുത്തെ സഹപ്രവർത്തകരോടും അവിടെ ജോലി ചെയ്യുന്ന അംഗങ്ങളോടും അല്ലെങ്കിൽ സ്റ്റാഫുകളോടും ഒക്കെ സംസാരിച്ചാൽ പല ആവിഷ്കാര സ്വാതന്ത്ര്യത്തിൻ്റെയും പല വിഷയങ്ങളും അദ്ദേഹത്തിന് ഉൾക്കൊള്ളാൻ പറ്റും. കുറച്ചുകൂടി നന്നായിട്ട് ആ പ്രസ്ഥാനം കൊണ്ടുപോകാനും അത്തരത്തിൽ നമ്മുടെ സംസ്ഥാനത്തിലെ പല വിഷയങ്ങളിൽ ഏർപ്പെടുകയാണെങ്കിൽ പലവിധ ചർച്ചകളൊക്കെ ചെയ്ത് ആ കാര്യത്തിൽ അദ്ദേഹത്തിന് ഒരു മുന്നേറ്റം ഉണ്ടാവില്ലേ? സംസ്ഥാനത്ത് ഏത് വിഷയം അദ്ദേഹം ഇടപെടുന്നത്? ഒരു വിഷയവുമില്ല, സ്വന്തം കാര്യം മാത്രം നോക്കുക എന്നുള്ളതാണ്. ചെറിയാമ്പലിപ്പ് CPM-നകത്തായിരുന്ന കാലത്ത് ഏറെ ആഗ്രഹിച്ച് കിടന്നതാണ് ഒരു രാജ്യസഭാ പദവി. അതിനുവേണ്ടി ബ്രിട്ടാസുമായിട്ടൊക്കെ സംസാരിച്ച് എല്ലാം വെച്ചു. പക്ഷേ ബ്രിട്ടാസ് അങ്ങ് രാജ്യസഭാ അംഗത്വമായി എടുത്ത് പോവുകയും ചെയ്തു. ചെറിയാമ്പലിപ്പിന് ഖാദി ബോഡി കൊണ്ടിരുത്തി ചെറിയാമ്പലിപ്പ് അത് കളഞ്ഞിട്ടിങ്ങ് തൻ്റെ പഴയ ലാവണമായ തൻ്റെ കുടുംബമായ കോൺഗ്രസിൽ വരികയും ചെയ്തു. അങ്ങനെ ഈ ബ്രിട്ടാസിൻ്റെ തട്ടിപ്പ് കഥ പറഞ്ഞാൽ ഇനിയും ഒരുപാടുണ്ട് പറയാനായിട്ട്.